തക്കാളി കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തക്കാളി കൃഷി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ തക്കാളി ചെടിയിലൊന്നും പൂ ഉണ്ടാവുന്നില്ല, തക്കാളി കായ് ഉണ്ടാവുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ തക്കാളി കുറച്ച് പരീക്ഷണമൊക്കെ ചെയ്ത് കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ടും തക്കാളി ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ നല്ല രീതിയിൽ ദിവസം വെള്ളം കൊടുക്കുന്നുണ്ട്, എന്നിട്ടും തക്കാളി ഉണ്ടാവുന്നില്ല. ലാസ്റ്റ് നമ്മളൊരു ഐഡിയ വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞിൻ്റെ വെള്ളം കുറച്ച് നേർപ്പിച്ച്, കഞ്ഞിൻ്റെ വെള്ളം അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ചെടി ഒന്നായിട്ട് കേടുന്നു കേട്ടോ, ഒന്നായിട്ട് ചെടി പോവും. അപ്പോൾ ലേശം നമ്മൾ നേർപ്പിച്ചിട്ട് നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടോ. ഒക്കെ നമ്മളോരോ പുതിയ പരീക്ഷണങ്ങളാണ്. അപ്പോൾ അതിന് ശേഷം തക്കാളി ചെടിക്ക് പ്രാന്തായിട്ടോ. നിറച്ച് ഇതുപോലെ തക്കാളി ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഗുട്ടൺസൊക്കെ ഇങ്ങനെ ഓരോ പരീക്ഷണം ചെയ്തിട്ടാണ് നമ്മളിതിങ്ങനെ നോക്കുന്നത് കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കണ്ടോ നിറച്ച് തക്കാളി ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ, ഉണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ ഓരോ ടെക്നിക്കാണ്. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളിയൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ തക്കാളിയിൽ ഇതുപോലെ കേട് വരുന്ന തക്കാളികൾ കണ്ടോ, ഇങ്ങനെ കേട് വരുന്നുണ്ട് കേട്ടോ തക്കാളി. അപ്പോൾ ഇത് കാളീച്ചയാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതാണെന്ന് അറിയില്ല. ഇങ്ങനെ ഇതുപോലെ ഉണ്ടല്ലേ കുറേ തക്കാളി കേട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുട്ടൻസ് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നെ. കാരണം നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ ഓരോ ഐഡിയ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ അടുത്ത വരും. അപ്പോൾ ഈ കർഷകരെ സംബന്ധിച്ച് ഇങ്ങനെ ഓരോ പരീക്ഷണം ചെയ്ത് ഓരോ രീതിയിൽ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ പുതിയ വെല്ലുവിളികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വെല്ലുവിളികൾ നമുക്ക് കുഴപ്പമില്ല, പക്ഷേ ഇതാ കണ്ടില്ലേ ഇതിലില്ല കേട്ടോ. അങ്ങനെ ചെറിയ ഭാഗത്ത് മാത്രമാണ് ഈ തക്കാളി കൃഷി ചെയ്തത്. അപ്പോൾ ചെയ്ത ഭാഗത്തുള്ള ഈ കാണുന്ന രീതിയിലായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ ഈ തക്കാളി കണ്ടില്ലേ, ഇതിൽ ഈ 2 തക്കാളിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ തക്കാളി കണ്ടില്ലേ പുഴു കുത്തിക്കുന്നു കണ്ടില്ലേ. ഇത് കാളീച്ചൻ്റെ ആക്രമണമാണോ അതോ വേറെ എന്തെങ്കിലും ജീവിയാണെന്ന് അറിയില്ല. എന്തായാലും നമ്മളെ പരീക്ഷണം ഏകദേശം വിജയിച്ചിരിക്കുന്നു. ഒരുപാട് തക്കാളികൾ കണ്ടില്ലേ, അങ്ങനെ ഒരുപാട് തക്കാളികൾ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പുതിയ ഐഡിയകൾ പരീക്ഷിച്ച് നോക്കുക കേട്ടോ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. നമ്മുടെ ഈ തക്കാളിത്തോട്ടം ഇവിടെ നിന്ന് വൃത്തിയാക്കാം കേട്ടോ. ഫുള്ള് കുറേ ചെറിയ പുല്ലുകൾ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വൃത്തിയാക്കി കൊടുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇനിയും നമ്മളുണ്ടാക്കുമ്പം വിളവ് കുറയും ചെയ്യും. അതുപോലെ തന്നെ ഈ കാളീച്ച വണ്ടുകൾ അങ്ങനെ കുറേ ആക്രമണം ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മൾ എപ്പോഴും നമ്മൾ കൃഷിയിടം വൃത്തിയാക്കി കൊണ്ടുനടക്കണം. കാടൊക്കെ മുഴുവൻ ഒഴിവാക്കിയിട്ട് വൃത്തിയാക്കി കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇടവേളയായിട്ട് ചീര വെച്ചിട്ടുണ്ട്. ചീര കണ്ടില്ലേ, ചെറിയ ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ കൃഷി മുന്നോട്ട് പോകുന്നത്. പിന്നെ ഈ വേസ്റ്റൊക്കെ ഈ സൈഡിൽ തന്നെ അങ്ങ് ഇട്ടാൽ മതി കേട്ടോ. നമ്മളെടുത്ത് അപ്പുറത്തേക്ക് എറിയൊന്നും വേണ്ട, കണ്ടില്ലേ. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടു വെച്ചോളി, ഈ ഒരു തക്കാളി തോട്ടം കണ്ടില്ലേ. ഇതിപ്പോൾ ഞാൻ കാടൊക്കെ വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളൊരു കോലം നിങ്ങൾ കണ്ടോക്കണ്ടി കേട്ടോ.